ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 26ാമത്തെ ക്ലാസ് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. ഡേ 25 മുതൽ നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ അതിൻ്റെ PDF കൂടി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം അതും അപ്ലോഡ് ചെയ്യും. പിന്നെ ഡേ 24 വരെയുള്ളത് അടുത്തടുത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഡോക്ടർ പൽപു ഏത് ചരിത്ര പ്രധാനമായ നിവേദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപു ഏത് ചരിത്ര പ്രധാനമായ നിവേദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈഴവ മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തി ആര്? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തി ആര്? ബാരിസ്റ്റർ GP പിള്ള. പന്തി ഭോജനം എന്ന സാമൂഹ്യ പരിഷ്കരണ രീതി ആവിഷ്കരിച്ചത് ആര്? വൈകുണ്ഠ സ്വാമികൾ. പന്തി ഭോജനം എന്ന സാമൂഹ്യ പരിഷ്കരണ രീതി ആവിഷ്കരിച്ചത് വൈകുണ്ഠ സ്വാമികൾ. മിശ്ര ഭോജനം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? സഹോദരൻ അയ്യപ്പൻ. ചെറായിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെ ചെറായിൽ വെച്ചിട്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഏത് വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിരുന്നു? 1986 പുതിയ വിദ്യാഭ്യാസ നയം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1986 വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടിരുന്നു. കുട്ടിക്കാലത്തെ പരിചരണവും വിദ്യാഭ്യാസവും ECC ഏത് വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതയാണ്? 1986 വിദ്യാഭ്യാസ നയത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇനി നമുക്ക് 4 വർഷങ്ങൾ ഒന്നുകൂടെ പഠിക്കാം. ചമ്പാരൻ സത്യാഗ്രഹം 1917. ചമ്പാരൻ സത്യാഗ്രഹം 1917 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ആദ്യത്തെ സത്യാഗ്രഹമാണ്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് തൊട്ടടുത്ത വർഷം 1918. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്, മിൽ സമരം 1918. സൈമൺ കമ്മീഷൻ 1928. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് 1928. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942. ഈ ഒരു ചോദ്യം കാലഗണനാക്രമത്തിലാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ടോന്നാണ്. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാലോ എന്നുള്ള രീതിയിൽ. രാമരാജ ബഹദൂർ എന്ന കൃതിയുടെ രചയിതാവ് ആര്? CV രാമൻ പിള്ള. രാമരാജ ബഹദൂർ എന്ന കൃതിയുടെ രചയിതാവ് CV രാമൻ പിള്ള. മലയാളത്തിലെ പ്രശസ്ത നോവലായ ഇന്ദുലേഖയുടെ രചയിതാവ് ആര്? ഒയ്യാരത്ത് ചന്തുമേനോൻ. ചന്തുമേനോൻ എന്ന് തന്നാലും അത് ശരിയാണ്. മലയാളത്തിലെ പ്രശസ്ത നോവലായ ഇന്ദുലേഖയുടെ രചയിതാവ് ഒയ്യാരത്ത് ചന്തുമേനോൻ. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന കൃതി രചിച്ചത് P ശങ്കുണ്ണി മേനോൻ. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന കൃതി രചിച്ചത് ആരാണ്? P ശങ്കുണ്ണി മേനോൻ. ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ എന്ന കൃതി ആരുടേതാണ്? ഇളംകുളം കുഞ്ഞൻ പിള്ള. ഭാഷയും സാഹിത്യവും നൂറ്റാണ്ടുകളിൽ എന്ന കൃതി ഇളംകുളം കുഞ്ഞൻ പിള്ളയുടേതാണ്. 1917 റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഏതായിരുന്നു? സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം. 1917 റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യ ഭരണം. പീർപഞ്ചൽ പർവ്വതനിരയിലെ പ്രധാന ചുരം ഏതാണ്? ബനിഹാൽ ചുരം. പീർപഞ്ചൽ പർവ്വതനിരയിലെ പ്രധാന ചുരം ബനിഹാൽ ചുരം. ഭൂമിയുടെ പുറംതോടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് കോണ്ടിനെന്റൽ പുറംതോടിനെ, വൻകര തോടിനെ അപേക്ഷിച്ച് സമുദ്രഭാഗത്തെ പുറംതോട്, ഓഷ്യാനിക് ക്രസ്റ്റിന് കനം കുറവാണെന്നുള്ളത്. കോണ്ടിനെന്റൽ പുറംതോട് എന്ന് പറയുമ്പോൾ അത് വൻകര ഭൂവൽക്കം, അതാണ് ഉദ്ദേശിക്കുന്നത്. വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് സമുദ്രഭാഗത്തെ തോടിന്, ക്രസ്റ്റിന് കനം കുറവാണ്. എൽനിനോ പ്രതിഭാസ സമയത്ത് പസഫിക് സമുദ്രത്തിൽ മാറ്റി സ്ഥാപിക്കപ്പെടുന്ന
തണുത്ത സമുദ്ര പ്രവാഹം ഏതാണ്? ഹംബോൾട്ട്, പെറു. ഹംബോൾട്ട് കോൾഡ് കറന്റ് കേട്ടോ. എൽനിനോ പ്രതിഭാസ സമയത്ത് പസഫിക് സമുദ്രത്തിൽ മാറ്റി സ്ഥാപിക്കപ്പെടുന്ന തണുത്ത സമുദ്ര പ്രവാഹം ഹംബോൾട്ട് കോൾഡ് കറന്റ്. ഹംബോൾട്ട് ഓർത്ത് വെക്കുക. വർഷം തോറും വെള്ളപ്പൊക്കത്തിലൂടെ നിക്ഷേപിക്കപ്പെടുന്ന പുതിയ എക്കൽ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഖാദർ. വർഷം തോറും വെള്ളപ്പൊക്കത്തിലൂടെ നിക്ഷേപിക്കപ്പെടുന്ന പുതിയ എക്കൽ മണ്ണിനെ പേരാണ് ഖാദർ. പഴയ എക്കൽ മണ്ണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഭങ്കർ. പഴയ എക്കൽ മണ്ണ് ഭങ്കർ, പുതിയത് ഖാദർ. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആലപ്പുഴ ജില്ലയിലെ കലവൂർ. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് കലവൂർ, ആലപ്പുഴ. സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് SIFL സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂർ ജില്ലയിലെ അത്താണിയില്. സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജിങ്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് അത്താണി, തൃശൂർ. GST നിയമപ്രകാരം കേരളത്തിൽ ആർക്കാണ് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത്? കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന കർഷകർക്കും 20 ലക്ഷം രൂപയിൽ താഴെ വിറ്റുവരവുള്ളവർക്കും. GST നിയമപ്രകാരം കേരളത്തിൽ ആർക്കാണ് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത്? കാർഷിക ഉൽപ്പന്നങ്ങൾ മാത്രം വിൽക്കുന്ന കർഷകർക്കും 20 ലക്ഷം രൂപയിൽ താഴെ വിറ്റുവരവുള്ളവർക്കും. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് നാരോ മണി എന്നതിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാമാണ്? പൊതുജനങ്ങളുടെ കൈവശമുള്ള കറൻസി, ബാങ്കുകളിലെ ഡിമാൻഡ് ഡിപ്പോസിറ്റുകൾ, RBIയിലെ മറ്റ് നിക്ഷേപങ്ങൾ. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് നാരോ മണി എന്നതിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാം? പൊതുജനങ്ങളുടെ കൈവശമുള്ള കറൻസി, ബാങ്കുകളിലെ ഡിമാൻഡ് ഡിപ്പോസിറ്റുകൾ, RBIയിലെ മറ്റ് നിക്ഷേപങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് CAG സ്ഥാപിതമായത്? ആർട്ടിക്കിൾ 148. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് CAG സ്ഥാപിതമായത്? ആർട്ടിക്കിൾ 148. ശക്തി എന്ന പേരിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചത് എന്തിനെയാണ്? മൈക്രോ പ്രോസസർ. ശക്തി എന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു മൈക്രോ പ്രോസസറാണ്. IT രംഗത്തെ FOSS എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. IT രംഗത്തെ FOSS എന്നതിൻ്റെ പൂർണ്ണ രൂപം ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും സേവന വിവരങ്ങളും കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിന്റെ പേര് സ്പാർക്ക്. ദ സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെപ്പോസിറ്ററി ഫോർ കേരള. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും സേവന വിവരങ്ങളും കൈകാര്യം ചെയ്യുന്ന സംവിധാനത്തിന്റെ പേരാണ് സ്പാർക്ക്. സിനിമാ രംഗത്തെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഹേമ കമ്മീഷൻ. സിനിമാ രംഗത്തെ സ്ത്രീകളുടെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏത്? ഹേമ കമ്മീഷൻ. നാഡീകോശത്തിന്റെ ആക്സോണിന് ചുറ്റുമുള്ള കൊഴുപ്പും പ്രോട്ടീനും അടങ്ങിയ ആവരണം ഏതാണ്? മൈലിൻ ഷീത്ത്. നാഡീകോശത്തിന്റെ ആക്സോണിന് ചുറ്റുമുള്ള കൊഴുപ്പും പ്രോട്ടീനും അടങ്ങിയ ആവരണം മൈലിൻ ഷീത്ത്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആപ്തവാക്യം മോട്ടോ എന്താണ്? ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ആപ്തവാക്യം എന്താണ്? ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. മൗണ്ടഡ് പോലീസ് ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൈക്കാട്. മൗണ്ടഡ് പോലീസ് ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൈക്കാട്. കേരള നിയമസഭ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ സമ്മേളിക്കുന്ന സമയം എത്രയാണ്? രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ. കേരള നിയമസഭ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ സമ്മേളിക്കുന്ന സമയം എത്രയാണ്? രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ. അസംബ്ലി അനിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിടുന്നതിനെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്?
സൈൻ ഡൈ. അസംബ്ലി അനിശ്ചിതകാലത്തേക്ക് പിരിച്ചുവിടുന്നതിനെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? സൈൻ ഡൈ. കേരള ഭൂപരിഷ്കരണ നിയമം, കേരള ലാൻഡ് റിഫോംസ് ആക്ട് പാസാക്കിയ വർഷം 1969. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ വർഷം 1969. ഭൂമിക എന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരുടെ GIS അധിഷ്ഠിത മാപ്പിംഗ്. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരുടെ GIS അധിഷ്ഠിത മാപ്പിംഗ് ആണ് ഭൂമിക. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനനം മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷ ആവശ്യങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ആരോഗ്യ കിരണം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനനം മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷ ആവശ്യങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. സാർസ് എന്നത് വൈറസ് മൂലമുണ്ടാകുന്ന ഒരു ശ്വാസകോശ രോഗമാണ്. കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാർസ് ആണ് എന്നുകൂടെ ഓർത്തു വെക്കുക. സാർസ് എന്നത് വൈറസ് മൂലമുണ്ടാകുന്നൊരു ശ്വാസകോശ രോഗമാണ്. ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, TK മാധവൻ എന്നിവർ ഏത് സംഘടനയുമായാണ് സജീവമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? SNDP യോഗം. ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, TK മാധവൻ എന്നിവർ ഏത് സംഘടനയുമായാണ് സജീവമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം SNDP യോഗം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ച വനിത ആര്? ഉഷാ മേത്ത. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യ റേഡിയോ പ്രവർത്തിപ്പിച്ച വനിത ആണ് ഉഷാ മേത്ത. ജ്യോതിറാവു ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ സംഘടന ഏതാണ്? സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതിറാവു ഫുലെ. തെലുങ്ക് നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായ വീരേശലിംഗം പന്തുലു സ്ഥാപിച്ച സംഘടന ഏത്? രാജ് മഹേന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ. തെലുങ്ക് നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താവായ വീരേശലിംഗം പന്തുലു സ്ഥാപിച്ച സംഘടനയാണ് രാജ് മഹേന്ദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ. വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര്? ബസവ. വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബസവ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബോസ്റ്റണിൽ നടന്ന പ്രതിഷേധം ഏത് പേരിൽ അറിയപ്പെടുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാഴക്കുളം. പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാഴക്കുളം. ആദായ നികുതിയിൽ ഇൻകം ടാക്സിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വരുമാന മാർഗം ഏതാണ്? കാർഷിക വരുമാനം. ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വരുമാന മാർഗം കാർഷിക വരുമാനം. നികുതിദായകരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ പദ്ധതി ഏത്? സമാധാൻ. നികുതിദായകരുടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ ആദായ നികുതി വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് സമാധാൻ. ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഭരണഘടനയിലെ 1-ാം അനുച്ഛേദത്തിൽ ഇന്ത്യയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇന്ത്യ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. 1955 പൗരത്വ നിയമപ്രകാരം ഇന്ത്യൻ പൗരത്വം നേടാനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ജനനം, വംശപരമ്പര, രജിസ്ട്രേഷൻ, പ്രകൃതിവൽക്കരണം. ഒന്നുകൂടെ 5 രീതിയിൽ ചെയ്യാം. ഒന്ന് പ്രദേശ സംയോജനമാണ്. പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് വഴിയും പൗരത്വം നേടിയെടുക്കാം. 5 രീതിയിൽ പൗരത്വം നേടിയെടുക്കാം. ജനനം, വംശപരമ്പര, രജിസ്ട്രേഷൻ, പ്രകൃതിവൽക്കരണം.
ഏത് ഹോർമോണിന്റെ കുറവ് മൂലമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത്? ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ, വാസോപ്രസിൻ. ഏത് ഹോർമോണിന്റെ കുറവ് മൂലമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാകുന്നത്? ADH, ആന്റി ഡയൂററ്റിക് ഹോർമോൺ അഥവാ വാസോപ്രസിൻ. വിറ്റാമിൻ B12ന്റെ കൃത്യമായ ആഗിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന വിളർച്ചയാണ് പെർനീഷ്യസ് അനീമിയ. വിറ്റാമിൻ B12 കൃത്യമായി ആഗിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന വിളർച്ചയാണ് പെർനീഷ്യസ് അനീമിയ. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ വിജയ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കം ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയത് ഏത് വർഷത്തിലാണ്? 1498. രണ്ടാമത് 1502. മൂന്നാമതും അവസാനമായിട്ട് വന്നത് വൈസ്രോയി ആയിട്ടാണ് 1524. വാസ്കോ ഡ ഗാമ ആദ്യമായി കോഴിക്കോട് എത്തിയത് 1498. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത്? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. ഇനി നിങ്ങൾക്കുള്ള 4 ചോദ്യങ്ങളാണ്. ചോദ്യം 1. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ഓപ്പറേഷൻ മേഘദൂത്, ഓപ്ഷൻ ബി ഓപ്പറേഷൻ വിജയ്, ഓപ്ഷൻ സി ഓപ്പറേഷൻ ശക്തി, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ കാക്ടസ്. ചോദ്യം 2. ഇന്ത്യയിലെ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ചോദ്യം 3. കേരളത്തിലെ മഴയുടെ വിതരണ രീതിയെ സ്വാധീനിക്കുന്ന പശ്ചിമഘട്ടത്തിലെ പ്രധാന വിടവ് ഏതാണ്? ഓപ്ഷൻ എ പെരിയ ചുരം, ഓപ്ഷൻ ബി താമരശ്ശേരി ചുരം, ഓപ്ഷൻ സി പാലക്കാട് വിടവ്, ഓപ്ഷൻ ഡി ബോഡി നായ്ക്കന്നൂർ ചുരം. ചോദ്യം 4. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ് 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 എന്ന് ഷാജഹാൻ ചക്രവർത്തി ഏത് മന്ദിരത്തിന്റെ ഭിത്തിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ താജ്മഹൽ, ഓപ്ഷൻ ബി ദിവാൻ ഇ ഖാസ്, ഓപ്ഷൻ സി മോത്തി മസ്ജിദ്, ഓപ്ഷൻ ഡി ഷാലിമാർ ബാഗ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് ഇതിൻ്റെ ഉത്തരം കമൻസിൽ എഴുതുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവരും ക്ലാസ് നന്നായിട്ട് കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടൊരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കണം. ഇനി ഇതിൻ്റെ PDF അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് നാളെ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.